ചെയ്യാറില്ല. ഞങ്ങൾ ഇന്നൊരു ട്രിക്ക് കാണിച്ചു തരാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു പേപ്പറിൽ ആരോ വരച്ചത്, ഒരു ഗ്ലാസ്, പിന്നെ വെള്ളം. ഇതിന്റെ ഫ്രണ്ടിൽ ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ ഡയറക്ഷൻ തിരിഞ്ഞത്? കാരണം എന്താണെന്നറിയോ? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് കാരണമാണ്. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് എയറിൽ നിന്നും വെള്ളത്തിലേക്ക് വെള്ളത്തിന് വായുവിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. ഒരു കുഞ്ഞ സ്പൂണിലേക്ക് നോക്കുമ്പോൾ നമ്മളെ മുഖം തിരിഞ്ഞാടുന്ന പോലെ കാണില്ലേ? അതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഹലോ, ഞാൻ വഫ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ അബ്സോർബൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇനി ഞങ്ങൾ അബ്സോർബൻസിനെ കുറിച്ച് ഒരു രസകരമായ എക്സ്പെരിമെന്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം അബ്സോർബൻസ് എന്താണെന്ന് പറയാം. കോട്ടൺ, സ്പോഞ്ച്, മൈക്രോ ഫൈബേഴ്സ്, പിന്നെ ചില കെമിക്കൽസ് ലൈക്ക് ഹൈഡ്രോജൽ, സോഡിയം പോളി എക്രൈലേറ്റ് എന്നൊക്കെയാണ് അബ്സോർബൻസ്. കോട്ടൺ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാച്ചുറൽ അബ്സോർബൻ്റ് ആണ്. ഇതിന് വെള്ളത്തെ റിമൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ ഇപ്പോൾ മാർക്കറ്റിൽ അത് റീപ്ലേസ് ചെയ്തു വേറെ കുറേ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. എക്സാമ്പിൾ മൈക്രോ ഫൈബേഴ്സ് ഒക്കെ ഇതുപോലത്തെ. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് മറ്റൊരു അബ്സോർബൻ്റ് ആണ്. ആദ്യം നമുക്ക് കണ്ടു നോക്കാം. ഹായ്, ഈ സാധനം വേണ്ടത് വളരെ മാജിക് മെറ്റീരിയൽ. കണ്ടില്ലേ, ഇത്തിരി എടുത്ത ആ അബ്സോർബൻ വെള്ളം ഒഴിച്ചപ്പോൾ വീർത്ത് ജെൽ ഫോമിലായി തീർന്നത്. 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ ഫുഡ് കളർ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ അബ്സോർബൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ വെറുതെ രസത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അബ്സോർബൻസിൽ കളർ പിടിക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഞങ്ങൾ വിചാരിച്ചതുപോലെ അബ്സോർബൻസിൽ കളർ പിടിച്ചു. അത് ഞങ്ങളൊരു ജാറിലേക്ക് മാറ്റി ലെയറാക്കി പ്ലേസ് ചെയ്തു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ കണ്ടത് സോഡിയം പോളി എക്രൈലേറ്റ് എന്ന കെമിക്കലാണ്. ഇത് ഒരു പോളിമർ കൂടിയാണ്. ഇതിന് 100 ഇരട്ടി വെള്ളത്തെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. വെള്ളം അബ്സോർബ് ചെയ്താൽ അതൊരു ജെൽ ഫോമിലായി തീരും. ഇത് വലിയൊരു കോമ്പൗണ്ട് ആയതിനാൽ തന്നെ നമ്മുടെ സ്കിന്നിലൂടെ പെനിട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്കിൻ സേഫ് ആണ്. സോൾട്ട് ഇതിലേക്ക് ഇടുമ്പോൾ അബ്സോർബ് ചെയ്ത വെള്ളം ലീക്ക് ഔട്ട് ചെയ്തു തുടങ്ങും. അത് നമുക്ക് കണ്ടു നോക്കാം.
സോൾട്ട് ഇട്ടപ്പോൾ വെള്ളം സെപ്പറേറ്റ് ആയത്? ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഞാൻ ആരാണ് കണ്ടെത്തുക? ഫസ്റ്റ് ക്ലൂ, ചിലർ എന്നെ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടാണ് കാണുന്നത്. സെക്കൻഡ്, ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഹാമറും ബ്രഷസുമാണ്. തേർഡ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നിലവിലില്ലാത്ത ആനിമൽസിൻ്റെ ബോഡി ഫോസിലുകളിലാണ്. ഞാനാണ് പാലിയന്റോളജിസ്റ്റ്. ഓസ്ട്രിച്ച് അഥവാ ഒട്ടകപ്പക്ഷികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കിളി. അവരുടെ മുട്ടയും അതുപോലെ തന്നെ വലുതാണ്. അതിൻ്റെ നീളം 16 ഇഞ്ചാണ്. പിന്നെ വെയിറ്റ് 2 ഡസൻ കോഴിമുട്ടയുടെ വെയിറ്റാണ്. അവർക്ക് 3 വയറുകളുണ്ട്, പക്ഷേ അവർക്ക് പല്ലില്ല. അതുകൊണ്ട് ഫുഡ് ഡൈജഷൻ ഈസിയാക്കാൻ അവർ കല്ലുകൾ കഴിക്കുന്നു. ഓസ്ട്രിച്ചുകളുടെ കണ്ണുകൾ അവരുടെ ബ്രെയിനിനേക്കാളും വലുതാണ്. ഇനി ഞങ്ങൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് അബ്സോർബൻസ്, 2 റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റൊരു ഷെയർ ചെയ്യണം.